നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആതിര വിജയൻ. ഞാൻ ആയുഷ് വെൽനസ് സെൻ്റർ മംഗലാപുരം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഈ വരുന്ന ജൂൺ 21 യോഗാ ദിനമായിട്ട് ആചരിക്കുകയാണ്. 7ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നു. എല്ലാ പേരും വീട്ടിലിരുന്ന് തന്നെ യോഗ അഭ്യസിക്കുക എന്നതാണ് ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും യോഗ എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അവയർനെസ് പോലെ ക്ലാസ് എടുക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ നമുക്ക് യോഗയിലോട്ട് കടക്കാം. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നട്ടൽ നിവർന്ന് തന്നെ ഇരിക്കുക. 2 കൈകളിലും ചിന്മുദ്ര, നിങ്ങളുടെ ചൂണ്ടുവിരലും പെരുവിരലും ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ തുടയുടെ പുറത്ത് വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. സാവധാനം നിങ്ങളുടെ ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഓരോ ബ്രീത്തിങ്ങിലും ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും ശ്രദ്ധിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. ശ്വാസം വിടുക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം വിടുക. നിങ്ങളുടെ കണ്ണിലോട്ട് വയ്ക്കുക. സാവധാനം നിങ്ങളുടെ കവിളിൽ ഒന്ന് മസാജ് കൊടുത്ത് സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. പതിയെ നമുക്ക് എണീക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ലൂസറിങ് എക്സസൈസ്, ശീതളീകരണ വ്യായാമമാണ് ചെയ്യാൻ പോകുന്നത്. ലൂസറിങ് നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസിനും ജോയിൻസിനും ബോൺസിനും എല്ലാത്തിനും ഉപയോഗപ്പെടുത്തുന്ന ചെറിയൊരു രീതിയിലുള്ള ലൂസറിങ് എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നട്ടൽ നിവർന്ന് തന്നെ നിൽക്കുക. കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ 2 കൈകളും നിങ്ങളുടെ ഇടുപ്പിലോട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴുത്തിനുള്ള എക്സസൈസ് ആണ്. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ കഴുത്തിനെ നിങ്ങളുടെ നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കഴുത്തിനെ പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് വരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കഴുത്തിനെ പുറകിലോട്ട് എടുക്കുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് വരിക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്തിനെ പുറകിലോട്ട് എടുക്കുക. ശ്വാസം എടുത്ത് സാവധാനം വിട്ടുകൊണ്ട് നേരെ വരിക. നിങ്ങൾക്ക് എത്രത്തോളം പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മുടെ കഴുത്തിനെ ചരിക്കുന്നതാണ് കാണിക്കുന്നത്. ശ്വാസം നന്നായിട്ട് എടുക്കുക. ഇൻഹേൽ. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കൈയിൻ്റെ തോളിലോട്ട് നിങ്ങളുടെ കഴുത്തിനെ മാക്സിമം ചരിച്ചു കൊണ്ടുവരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇടത് തോളിലോട്ട് ചരിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് തോളിലോട്ട് ചരിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇടത് തോളിലോട്ട് ചരിച്ച് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക.
ഒന്ന് സാവധാനം റിലാക്സ് ചെയ്യുക. അടുത്തതായി നമ്മുടെ ടേണിംഗ് ആണ്, കഴുത്തിനുള്ള ടേണിംഗ് പൊസിഷനാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ പുറകിലായിട്ട് ഒരാൾ നിൽക്കുന്നതായിട്ട് കരുതുക. ആ വ്യക്തിയെ നോക്കുന്ന രീതിയിൽ നമ്മുടെ കഴുത്തിനെ മാക്സിമം ചരിച്ചു കൊണ്ടുവരിക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ വലതുവശത്തോട്ടും കഴുത്തിനെ ചരിക്കുക. നിങ്ങളുടെ പുറകു വശത്തിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇടത് സൈഡിലോട്ട് മാക്സിമം ചരിയുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തോട്ട് നിങ്ങൾ നോക്കുക. നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇടതുവശത്തോട്ട് നോക്കുക. നേരെ വരിക. റിലാക്സ് ചെയ്യുക. അടുത്തതായി നമ്മുടെ റൊട്ടേഷൻ, കഴുത്തിനുള്ള റൊട്ടേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ സർവിക്കൽ സ്പോണ്ടിലോസിസ് ഒക്കെ ഉള്ളവർ ചെറുതായിട്ട് രീതിയിൽ തന്നെ ചെയ്യുക. കഴുത്ത് വേദന ഉള്ളവർ ചെറിയ രീതിയിൽ ചെയ്യുക. സിവിയറായിട്ട് കഴുത്ത് വേദന ഉള്ളവർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴുത്തിനുള്ള റൊട്ടേഷനാണ്. ആദ്യം നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാം. ഇരു കൈകളും നിങ്ങളുടെ ഇടുപ്പിലോടിനെ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ താടി നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്തിനെ വലതുവശത്തോട്ട് ചരിക്കുക. ബാക്കിലോട്ട്, ഇടത്, മുന്നിൽ, വലത്, ബാക്ക്, ഇടത്, മുന്നിൽ. അടുത്ത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ താടിയെ കഴുത്തിനോട് ചേർത്ത് വയ്ക്കുക. നെഞ്ചിനോട് ചേർത്ത് തന്നെ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ കഴുത്തിനെ ഇടതുവശത്ത് ടച്ച് ചെയ്യുക. പിന്നിലോട്ട് പോയി നിങ്ങളുടെ വലതുവശത്തിൽ കൂടെ മുന്നിലോട്ട് വരിക. വീണ്ടും ഇടതുവശത്ത് കൂടെ പോയി പിന്നിൽ പോയി വലത് വന്ന് മുന്നിലോട്ട് വരിക. സാവധാനം കഴുത്തിനെ നേരെ കൊണ്ടുവരിക. നിങ്ങളുടെ കൈകളൊന്ന് റബ്ബ് ചെയ്ത് കഴുത്തിലോട്ടൊന്ന് മസാജ് കൊടുക്കുക. പതിയെ റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ കാലുകളൊന്ന് അകത്തി വയ്ക്കുക. രണ്ട് കൈകളും പുറകിൽ കെട്ടി കണ്ണുകൾ അടച്ച് കഴുത്തിനെ ഒന്ന് പുറകിലോട്ടെടുത്ത് റിലാക്സ് ചെയ്യുക. വീണ്ടും കാലുകൾ രണ്ട് ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും ശരീരത്തിന്റെ ഇരുവശങ്ങളായിട്ട് വയ്ക്കുക. ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ജോയിൻസിന്റെ മൂവ്മെന്റ്സ് ആണ്. പതിയെ നിങ്ങളുടെ ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും തോളിന്റെ വശങ്ങളിലായിട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും നിങ്ങളുടെ മുകളിലോട്ട് ഉയർത്തുക. നിങ്ങളുടെ കൈപ്പത്തി പുറത്തേക്ക് വരുന്ന രീതിയിൽ കൈ ഉയർത്തുക. ചെവികൾ തുടരുത്. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും തോളിന്റെ വശത്തുയർത്തി സാവധാനം റിലീസ് ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഇരു കൈകളും തോളിന്റെ വശങ്ങളിലായിട്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും മേലോട്ട് ഉയർത്തുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും തോളിന്റെ വശങ്ങളിലായിട്ട് കൊണ്ടുവരിക. ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. ഇത് നമ്മളൊരു 5 റൗണ്ട്സ് എങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ മൂവ്മെന്റ്സ് ആണ്. ഷോൾഡർ റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും തോളിന്റെ വശങ്ങളിലായിട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ രണ്ട് കൈപ്പത്തികളും തോളിലോട്ട് ടച്ച് ചെയ്യുക. കൈമുട്ടുകൾ ചേർത്ത് വരുന്ന രീതിയിൽ വയ്ക്കുക. സാവധാനം നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക. പതിയെ കൈമുട്ടുകൾ ചേർത്ത് വന്ന് 1 2 3. ഇനി നമുക്ക് തിരിച്ച് ചെയ്യാം. 1 2 3.
പതിയെ സാവധാനം നിങ്ങളുടെ 2 കൈകളും തോളിൻ്റെ ഇരുവശത്തായിട്ട് വന്ന് റിലീസ് ചെയ്യുക. പതിയെ റിലാക്സ് ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നീ മൂവ്മെൻറ്റ്സിനുള്ളതാണ്. നീയുടെ മുട്ടുവേദന, കാലിൻ്റെ മുട്ടുവേദന, കാലുതെരുപ്പ്, ഇതെല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നതാണ് നീ മൂവ്മെൻറ്റ്സ്. മാക്സിമം എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെയിലി ചെയ്യുക. പ്രായമായവർ പറ്റുന്ന രീതിയിൽ, അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 കൈകളും നിങ്ങളുടെ തോളിൻ്റെ മുന്നിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ മുട്ട് മടക്കി പകുതി ഇരിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും പതിയെ ഇരിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. പതിയെ റിലീസ് ചെയ്യുക. റിലാക്സ് ചെയ്യുക. കാലുകൾ അകത്തി വയ്ക്കുക. 2 കൈകളും പുറകിൽ കെട്ടി കഴുത്തിനെ പുറകിലോട്ടെടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിലുണ്ടായ ഓരോ വ്യത്യാസവും ഫീൽ ചെയ്യുക. നിങ്ങളുടെ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. പതിയെ കാലുകൾ 2 ചേർത്ത് വയ്ക്കുക. 2 കൈകൾ അടുപ്പിച്ച് വയ്ക്കുക. അടുത്ത് നമ്മുടെ യോഗാസനസിലോട്ട് പോവുകയാണ്. സ്റ്റാൻഡിങ് ആസനാസ്, സിറ്റിംഗ് ആസനാസ് ആൻഡ് സുപ്പൈൻ പൊസിഷൻ ആസനാസ്, പ്രോൺ ആൻഡ് ദെൻ പ്രാണായാമ. ഇതാണ് നമ്മുടെ സീരീസ്. നമുക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ചെയ്യാൻ നോക്കുക. എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പകുതി അസുഖങ്ങൾ നിങ്ങൾക്ക് മാറും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമുക്ക് ചെയ്യാൻ പോകുന്നത് താടാസന. നിങ്ങളുടെ കാലുകൾ രണ്ടും 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നിങ്ങളുടെ തോളിൻ്റെ മുന്നിലായിട്ട് ഉയർത്തി കൈകൾ രണ്ടും ഇന്റർലോക്ക് ചെയ്യുക. കൈകൾ തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ മേലോട്ട് ഉയർത്തി നിങ്ങളുടെ ഉപ്പുറ്റി മേലോട്ട് ഉയർത്തി ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നോർമൽ ബ്രീത്തിങ്ങിലോട്ട് ശ്രദ്ധിക്കുക. ഒരു 5 സെക്കൻഡ്സ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5. സാവധാനം നിങ്ങളുടെ കൈ തിരിച്ചുകൊണ്ട് ഉപ്പുറ്റി താഴ്ത്തി പതിയെ വരിക. പതിയെ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈ റിലീസ് ചെയ്യുക. ഇത് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നതിന്, ഹൈറ്റ് വെക്കുന്നതിന് സഹായിക്കും. അതുപോലെ കാലിലെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും കാലിൻ്റെ വേദന ഉള്ളവർക്കും ഇത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ബാക്ക് പെയിൻ ഉള്ളവർക്കും സഹായകമാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൃക്ഷാസന. കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, കുട്ടികൾക്കാണെങ്കിൽ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് വൃക്ഷാസന. ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വലത് കാലിൻ്റെ മുട്ടും മടക്കി ഇടത് കാലിൻ്റെ മധ്യഭാഗത്തായിട്ട് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും തോളിൻ്റെ വശങ്ങളിലായിട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും മേലോട്ട് ഉയർത്തി നമസ്കാര മുദ്ര അഡാപ്റ്റ് ചെയ്യുക. 1 2 3 4 5. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം 2 കൈകളും തോളിൻ്റെ വശങ്ങളിലായിട്ട് ഉയർത്തി പതിയെ താഴ്ത്തുക. കാല് റിലീസ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തും ചെയ്യുക. നിങ്ങളുടെ ഇടത് കാൽമുട്ട് മടക്കി വലത് തൊടയുടെ മധ്യഭാഗത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും തോളിൻ്റെ വശങ്ങളിലായിട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും മേലോട്ട് ഉയർത്തി നമസ്കാര മുദ്ര അഡാപ്റ്റ് ചെയ്യുക. 1 2 3 4 5. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നിങ്ങളുടെ 2 കൈകളും തോളിൻ്റെ വശങ്ങളിലായിട്ട് വരിക. ശ്വാസം വിട്ട് സാവധാനം കാല് റിലീസ് ചെയ്യുക. റിലാക്സ് ചെയ്യുക.
അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർവേഡും ബാക്ക്വേർഡും ഉള്ള ഒരു ആസനാസാണ്. നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാക്ക്വേർഡും ചെയ്യുക, എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാദഹസ്താസന. ഇരു കാലുകളും അടുപ്പിച്ച് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മേലോട്ട് ഉയർത്തുക. ബാക്കിലോട്ടൊന്ന് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം പതിയെ നിങ്ങളുടെ ഇരു കൈകളും കാൽപ്പത്തി തൊടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആംഗിൾ ജോയിന്റിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. തല മാക്സിമം കുനിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മേലോട്ട് ഉയർത്തി ബാക്കിലോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ റിലീസ് ചെയ്യുക. ആൻഡ് റിലാക്സ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധചക്രാസന. നിങ്ങളുടെ കാലുകൾ 1 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. നിങ്ങളുടെ കൈവിരലുകൾ ഇടുപ്പിലോട്ട് ടച്ച് ചെയ്യുക. നിങ്ങളുടെ പെരുവിരൽ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം നന്നായിട്ട് എടുക്കുക. ഡീപ്പായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കഴുത്തിനെ പുറകിലോട്ട് എടുക്കുക. കഴുത്ത്, നെഞ്ച്, ബാക്ക്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈ റിലീസ് ചെയ്യുക. ആൻഡ് റിലാക്സ് ചെയ്യുക. കാലുകൾ അകത്തി ഇരു കൈകളും പുറകിൽ കെട്ടി കണ്ണടച്ച് കഴുത്തിനെ പുറകിലോട്ടെടുത്ത് 1 നിമിഷം റിലാക്സ് ചെയ്യുക. വീണ്ടും കാലുകൾ 2 ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും അടുപ്പിച്ച് വയ്ക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രികോണാസന. നമ്മൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് കാലുകൾ അകത്തി വെക്കാൻ പറ്റുമോ അത്രത്തോളം അകത്തി വെക്കുക. നിങ്ങളുടെ കാൽപ്പത്തി പുറത്തോട്ട് സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ വലത് കാലിന്റെ കാൽപ്പത്തി പുറത്തോട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം നന്നായിട്ട് എടുത്തുകൊണ്ട് ഇരു കൈകളും നിങ്ങളുടെ തോളിന്റെ വശങ്ങളിലായിട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കാലിന്റെ പാദത്തിലോട്ട് ടച്ച് ചെയ്യുക. ഇടത് കൈ മേലോട്ട് ഉയർത്തി നിങ്ങളുടെ ഉള്ളം കൈ പുറത്തോട്ട് ഫേസ് ചെയ്യുക. മൊത്തത്തിൽ നിങ്ങൾ ട്രയാങ്കിൾ, ഒരു ത്രികോണ ആകൃതിയിൽ തന്നെ നിൽക്കുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. കാൽപ്പത്തി നേരെയാക്കുക. അടുത്ത് നമുക്ക് ഇടതുവശത്തോട്ട് ചെയ്യാം. നിങ്ങളുടെ ഇടത് കാലിന്റെ പാദം പുറത്തോട്ട് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും തോളിന്റെ വശങ്ങളിൽ തന്നെ വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇടത് കാലിന്റെ പാദത്തിലോട്ട് തൊടുക. മറ്റേ കൈ മേലോട്ട് ഉയർത്തി മെയിൻറ്റെയിൻ ചെയ്യുക. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും തോളിന്റെ വശങ്ങളിലായിട്ട് വരിക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ റിലീസ് ചെയ്യുക. കാല് റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഇരുന്നു കൊണ്ടുള്ള പ്രാക്ടീസാണ് ചെയ്യാൻ പോകുന്നത്. സാവധാനം കാലുകൾ 2 മുന്നിലോട്ട് നിവർത്തി ഇരു കൈകളും പുറകിലോട്ട് വെച്ച് നിങ്ങളുടെ കഴുത്തിനെ പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്ത് റിലാക്സിങ് പോസിലിരിക്കുക. പതിയെ കാലുകൾ 2 ചേർത്ത് വെക്കുക. ഇരു കൈകളും നിങ്ങളുടെ ശരീരത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് വെക്കുക. ഇതിനെയാണ് ദണ്ഡാസന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഭദ്രാസന. നിങ്ങളുടെ 2 കാലിന്റെയും വിരലുകളോട്ട് നിങ്ങളുടെ പെരുവിരലോട്ട് പിടിക്കുക. നിങ്ങളുടെ കാലിന്റെ ഉപ്പുറ്റുകൾ സമാന്തരമായിട്ട് ചേർത്ത് വെക്കുക. നട്ടൽ നിവർന്ന് തന്നെ ഇരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക.
പതിയെ കാല് റിലീസ് ചെയ്യുക ആൻഡ് റിലാക്സ് ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വജ്രാസന. നിങ്ങളുടെ വലത് കാൽമുട്ട് മടക്കി നിങ്ങളുടെ വലത് കാലിൻ്റെ പാദത്തിലോട്ട് ഇരിക്കുക. അടുത്തതായി ഇടത് കാൽമുട്ട് മടക്കി ഇടത് കാലിൻ്റെ പാദത്തിലോട്ട് ഇരിക്കുക. രണ്ട് കൈകളും നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകളിലോട്ട് വയ്ക്കുക. നട്ടൽ നിവർന്ന് ഇരിക്കുക. സാവധാനം നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. പതിയെ റിലീസ് ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധ ഉഷ്ട്രാസന. അത് നമ്മൾ സാവധാനം കാലിൻ്റെ മുട്ടിലോട്ട് നിൽക്കുക. കാലിൻ്റെ മുട്ടുകളൊന്ന് അകത്തി വയ്ക്കുക. നിങ്ങളുടെ ഇരു കൈകളും പുറകിലോട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൈവിരലുകൾ താഴ്ന്നു വരുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം നന്നായിട്ട് എടുത്തുകൊണ്ട് കഴുത്തിന് പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. റിലീസ് ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉഷ്ട്രാസന. ഇതുപോലെ തന്നെ നിൽക്കുക. സാവധാനം നിങ്ങളുടെ വലത് കൈ കൊണ്ട് വലത് കാലിൻ്റെ പാദത്തിലോട്ട് പിടിക്കുക. ഇടത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ പാദത്തിലോട്ട് കഴുത്തിന് പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5. പതിയെ ഉയർന്നു വരിക. ഇരു കൈകളും റിലീസ് ചെയ്യുക. സാവധാനം കാലിൻ്റെ ഉപ്പുറ്റിയിലിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മേലോട്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ശശങ്കാസന പോസിൽ വരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മേലോട്ട് ഉയർത്തുക. ശ്വാസം വിട്ട് പതിയെ റിലീസ് ചെയ്യുക. റിലാക്സ് ചെയ്യുക. അടുത്ത് നമ്മൾ കിടന്നുകൊണ്ടുള്ള ആസനമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നിവർന്ന് കിടന്നുകൊണ്ട് ചെയ്യുക. സാവധാനം കിടക്കുക. കാലുകൾ അകത്തി വയ്ക്കുക. ഇരു കൈകളും മലർത്തി വയ്ക്കുക. പതിയെ കാലുകൾ രണ്ട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കാലുകളും ഒരു 90 ഡിഗ്രി വരെ ഉയർത്തുക. മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5. സാവധാനം പതിയെ കാലുകൾ താക്കുക. റിലാക്സ് ചെയ്യുക. കാലുകൾ അകത്തി ഇരു കൈകളും മലർത്തി കണ്ണുകൾ അടച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക. ഇതിന്റെ പേര് ഉത്താന പാദാസന. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനമുത്താസന. കാലുകൾ രണ്ട് ചേർത്ത് വയ്ക്കുക. ഇരു കാലുകളും ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ രണ്ടും മേലോട്ട് ഉയർത്തുക. പതിയെ കാൽമുട്ടുകളും മടക്കുക. ഇരു കൈകൾ കൊണ്ട് കോർത്തു പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി കാൽമുട്ടിൽ തൊടാൻ ശ്രമിക്കുക. 1 2 3 4 5. പതിയെ തല റിലീസ് ചെയ്യുക. കൈകൾ റിലീസ് ചെയ്യുക. കാലുകൾ മേലോട്ട് ഉയർത്തി പതിയെ സാവധാനം റിലീസ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്നത് മലബന്ധം പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള യോഗാസനാസാണ്.
പതിയെ നമുക്ക് കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനാസിലോട്ട് പോകാം. നിങ്ങളുടെ വലത് കൈ മേലോട്ട് ഉയർത്തുക, ഇടത് കാൽമുട്ട് മടക്കുക, നിങ്ങളുടെ വലതുവശത്തോട്ട് ചരിയുക, കമിഴ്ന്ന് കിടക്കാം. കാലുകൾ അകത്തി വയ്ക്കുക. ഇരു കൈകളുടെയും കൈപാദങ്ങൾ രണ്ട് തോളിലായിട്ട് ക്രോസ് ചെയ്ത് വെക്കുക. കൈകൾ രണ്ടും നിങ്ങളുടെ തോളിലോട്ട് ടച്ച് ചെയ്ത് നിങ്ങളുടെ കഴുത്ത് കൈയുടെ കുഴിയിലോട്ട് വയ്ക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസന. ഇപ്പോഴത്തെ കൊറോണ കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ആസനാസാണ് കമിഴ്ന്ന് കിടന്നുള്ള ആസനാസ്. നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ സാച്ചുറേഷൻ കൂട്ടുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ് കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനാസ്. പതിയെ കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും നെഞ്ചിന്റെ ഇരുവശങ്ങളിലായിട്ട് വയ്ക്കുക. ചിൻ താഴെ മുട്ടിക്കുക, നെറ്റി തറയിൽ മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നെറ്റി ഉയർത്തി, താടി ഉയർത്തി, കഴുത്തുയർത്തി, നെഞ്ചുയർത്തി, നിങ്ങളുടെ വയറിന്റെ പൊക്കിളിന്റെ അതുവരെ ഉയർത്തുക. തല മേലോട്ട് ഉയർത്തി ശ്വാസം എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുക. 1 2 3 4 5. പതിയെ ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. വയറ്, നെഞ്ച്, കഴുത്ത്, താടി, നെറ്റി ഇവ റിലാക്സ് ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസന. ഇരു കൈകളും നിങ്ങളുടെ കാലിന്റെ പുറകിലായിട്ട് വെക്കുക. തുടയുടെ അടിഭാഗത്തായിട്ട് വെക്കുക. താടി തറയിൽ മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാല് മേലോട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ റിലീസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. സാവധാനം നമുക്ക് ശവാസനയിലോട്ട് പോകാം. പതിയെ എണീച്ച് കാൽമുട്ടിലിരിക്കാൻ ശ്രമിക്കുക. പതിയെ നമുക്ക് അടുത്തതായി നമ്മുടെ ബ്രീത്തിങ് എക്സസൈസിലോട്ട് പോകാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്വസനക്രിയകളാണ്. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ COVID-19 എന്ന വൈറസ് നമ്മുടെ ലോകത്തെ കീഴടക്കിയിട്ട് 1.5 വർഷത്തോളമായി. അതിൽ നിന്നും നമുക്ക് സാവധാനം മുക്തി നേടുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് പ്രാണായാമ. അത് നിങ്ങൾക്ക് കൊറോണ വന്നതിന് ശേഷമായാൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശ്വസന രീതിയാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഗുണകരമായിട്ടുള്ള ആസനാസും അതുപോലെയുള്ള പ്രാണായാമമാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് പ്രാണായാമ സെക്ഷനിലോട്ട് പോകാം. സാവധാനം നിങ്ങളുടെ ഇരു കൈകളും ചിന്മുദ്രയിലോട്ട് പോവുക. ചൂണ്ടുവിരലും പെരുവിരലും ചേർത്ത് വെച്ച് ചിന്മുദ്രയുടെ അഡാപ്റ്റ് ചെയ്യുക. നട്ടൽ നിവർന്ന് എണ്ണിയിരിക്കുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കപാലഭാതി പ്രാണായാമ. ശ്വാസം നന്നായിട്ട് എടുക്കുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ശ്വാസം എടുക്കുക. വീണ്ടും ശ്വാസം എടുക്കുക.
പതിയെ റിലീസ് ചെയ്യുക. ഒരു നിമിഷം റിലാക്സ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ലങ്സിന്റെ കപ്പാസിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നാഡിശുദ്ധി പ്രാണായാമ. നമ്മുടെ വലത് കൈയിലോട്ട് നാസികാര മുദ്ര അഡാപ്റ്റ് ചെയ്യുക. നാസികാര മുദ്ര നിങ്ങളുടെ ചൂണ്ടുവിരലും നടുവിലത്തെ വിരലും മടക്കുക. കണ്ടല്ലോ, ചൂണ്ടുവിരലും നടുവിലത്തെ വിരലും മടക്കുക. ഇടത് കൈയിൽ ചിന്മുദ്ര അഡാപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടയ്ക്കുക. ഇടതിൽ കൂടെ ശ്വാസം എടുക്കുക. ഇൻഹേൽ. പതിയെ നിങ്ങളുടെ മോതിരവിരൽ കൊണ്ട് ഇടത് മൂക്ക് അടച്ച് വലതിൽ കൂടെ പുറത്തോട്ട് വിടുക. എക്സേൽ. വീണ്ടും വലതിൽ കൂടെ ശ്വാസം എടുക്കുക. ഇൻഹേൽ. വലത് അടച്ചുകൊണ്ട് ഇടതിൽ കൂടെ ശ്വാസം പുറത്തോട്ട് വിടുക. വീണ്ടും ചെയ്യുക. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ഇടത് മൂക്ക് അടയ്ക്കുക. വലതിൽ കൂടെ പുറത്തോട്ട് വിടുക. വീണ്ടും വലതിൽ കൂടെ ശ്വാസം എടുക്കുക. വലതടച്ച് ഇടതിൽ കൂടെ ശ്വാസം പുറത്തോട്ട് വിടുക. ഇത് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക. എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന പ്രാണായാമമാണ് നാഡിശുദ്ധി പ്രാണായാമ. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രീതല്ലി പ്രാണായാമയാണ്. നമ്മുടെ നാക്കിനെ പുറത്തോട്ട് കൊണ്ടുവരിക. രണ്ട് വശത്തെ അറ്റവും ഹോൾഡ് ചെയ്യുക. നാക്കിന്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് വാ അടച്ചുകൊണ്ട് നാക്കുള്ളിലാക്കി വാ അടച്ചുകൊണ്ട് മൂക്കിൽ കൂടെ ശ്വാസത്തെ പുറത്തോട്ട് വിടുക. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് ആണ്. നിങ്ങളുടെ ഇരു കൈകളും നിങ്ങളുടെ തോളിന്റെ വശങ്ങളിലായിട്ട് ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നിങ്ങളുടെ കൈകൾ രണ്ടും നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും കൈകൾ രണ്ടും നേരെ കൊണ്ടുവരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഇരു കൈകളും നന്നായിട്ട് പുറത്തോട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് വരിക. ഇതൊരു 5 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇരു കൈകൾ കോർത്ത് നെഞ്ചിലോട്ട് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മേലോട്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും മുന്നിലോട്ട്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മേലോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട്. പതിയെ റിലീസ് ചെയ്യുക. ഹാൻഡ് സ്ട്രെച്ചിങ് ഒരു 5 അല്ലെങ്കിൽ 10 പ്രാവശ്യം തന്നെ ചെയ്യുക. പതിയെ നമ്മുടെ ഇരു കൈകളും ഉരസി കണ്ണിലോട്ടൊന്ന് റബ്ബ് ചെയ്യുക, വയ്ക്കുക. നിങ്ങളുടെ കവിളിലൊന്ന് മസാജ് ചെയ്ത് സാവധാനം കണ്ണുകൾ തുറന്ന് റിലീസ് ചെയ്യുക. നമ്മൾ ഇന്നൊരു ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ക്ലാസ് എടുത്തത്. ഇതിൽ കൂടുതൽ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ഇത്രയുമെങ്കിലും നമ്മൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. വീട്ടിലുള്ള എല്ലാവരെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യുക. ബി വിത്ത് യോഗ, ബി അറ്റ് ഹോം. ഇതാണ് നമ്മുടെ യോഗയുടെ തീം എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു.